ഒരു 13-കാരി ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പോൾ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 13-കാരി ഇങ്ങനെ ചെയ്യാൻ ഉണ്ടാക്കിയ സാഹചര്യത്തിൽ ഉത്തരവാദികൾ നിരവധി പേരുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു അഭയം തേടി ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ബാല്യമാണ് എന്ന് വേണം ആ കുട്ടിയുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ മുത്തച്ഛനുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന ആ പെൺകുട്ടി പറയുന്ന ആരോപണം അത് മുഴുവനായി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് ഉള്ള അനുമാനത്തിലേക്ക് മാത്രമാണ് പോകാനാവുക. പക്ഷേ ഇതുവരെ കേട്ട കാര്യങ്ങളിൽ ഡോക്ടർക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ്? എങ്ങനെയാണ് ഈ തരത്തിലുള്ള ഒരു ക്രൂരകൃത്യത്തിലേക്ക്, അതും തനിക്കത് തത്സമയം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളോട് ആ കൊലപാതകം ചിത്രീകരിച്ച് തത്സമയം ആ കുട്ടി കാണുകയാണ്. അങ്ങനെ ഒരു മനോനിലയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്കൊരു ജഡ്ജ്മെന്റൽ ആകാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഈ ചോദ്യങ്ങൾക്കുള്ള ഇപ്പം മാഡം ചോദിച്ച ചോദ്യത്തിന് എല്ലാം ഉള്ള ഉത്തരം എനിക്ക് തൊട്ടു മുമ്പേ സംസാരിച്ചവരിൽ നിന്ന് തന്നെ ഉണ്ട്. കാരണം ഒരു കുഞ്ഞ്, അതായത് ഈ 13 വയസ്സുകാരിയും അവളുടെ ആൺ സുഹൃത്തുക്കളും ഉൾപ്പെടുന്ന ആ ഒരു ഗ്യാങ്, ഒരു നമ്മളെ 18 വയസ്സിന് താഴെയുള്ളവരെ കുഞ്ഞുങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് ആ കുഞ്ഞ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിന്റെ ആൻസർ ആ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. കാരണം ബ്രോക്കൺ ഫാമിലി, ശരിക്കും എനിക്ക് ആ കുട്ടിയെക്കുറിച്ചോ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തുക്കളെ കുറിച്ചോ വ്യക്തമായി എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അവരെ കാണണം, അവരെ കേൾക്കണം. പക്ഷേ ഇപ്പോൾ മീഡിയ വഴി അറിഞ്ഞത്, ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഒരു ബ്രോക്കൺ ഫാമിലി ആയിരുന്നു ആ കുഞ്ഞിൻ്റെത്. അതിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രോമാസിലൂടെ ആ കുട്ടി കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇത്തരം ഡ്രോമയിലൂടെ കടന്നു പോയ കുട്ടിക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ബിഹേവ് ചെയ്യാൻ പറ്റൂ. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിൽ വരുന്ന ഒരു 10 കേസിൽ 1 മാത്രമാണ്. തൊട്ട് വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളെ, അതായത് തൊട്ട് അനിയനോ അനിയത്തിയോ ഉണ്ടെങ്കിൽ അവരെ, അച്ഛനെ അമ്മയെ, ഇവരെയൊക്കെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് ChatGPTയിലും ജെമിനിയിലും ഒക്കെ പതിവായി തിരക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനായി വരാറുണ്ട്. വളരെ വ്യക്തമാണ് ഈ ഒരു കാര്യം. ഈ പ്രായത്തിലുള്ള കുട്ടികളോ? 13 വയസ്സ്? അതെ, ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ, ഒരു 13, അതെ 13, 12, ഒരു 12 വയസ്സുകാരനെ വരെ ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ ഇത്ര ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇതിനകത്ത് നല്ലൊരു ശതമാനം ഫാമിലി, അതായത് ഈ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്. കാരണം ഈ കുട്ടിയെ, അതായത് ഒരു കുഞ്ഞല്ല, ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ ജനിക്കുന്നത് വെറും ഒരു ബ്ലാങ്ക് പേപ്പർ മാതിരിയാണ്. ആ ബ്ലാങ്ക് പേപ്പറായ കുഞ്ഞിലേക്ക് ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ഇൻവോൾവ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഈ ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇത്തരം പ്രശ്നങ്ങളുമായി വരുന്ന കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ മെജോറിറ്റിയും ഒരു ബ്രോക്കൺ ഫാമിലിയിൽപ്പെട്ട കുട്ടികളാവും. അവിടെ അവൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും വെന്റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് അവൾ ചർച്ച ചെയ്യപ്പെടുന്നത് അവളുടെ അതേ പ്രായത്തിലോ 2 3 വയസ്സിന് വ്യത്യാസമുള്ള ആൺ സുഹൃത്തുക്കളോടാണ്. അവരും ശരിയായ ഒരു തീരുമാനം, അതായത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസിക പക്വത ഈ കുഞ്ഞുങ്ങൾക്ക് ആർക്കുമില്ല. ശരിക്കും ഒരു 26 വയസ്സായാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആവുള്ളൂ. അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനമോ അതിന്റെ കോൺസിക്വൻസോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായമില്ലാത്ത കുട്ടികൾ ഇത് ഷെയർ ചെയ്യപ്പെടുന്ന അതേ പ്രായത്തിലുള്ള കുട്ടികളോടാണ്. ഇപ്പോൾ അവൾ വളർന്നു വന്ന സാഹചര്യം അതാണ്. അവൾ പങ്കുവച്ച കുട്ടികൾ അവളോടൊപ്പം അതിന് നിൽക്കണമെങ്കിൽ അവരും ഏതാണ്ട് സമാന ചിന്താഗതിക്കാരായിട്ടാണ്. അപ്പൊ നമ്മൾ ആരെയൊക്കെ കുറ്റം പറയും? ആരുടെയൊക്കെ കുടുംബത്തെ കുറ്റം പറയും? അപ്പോ ഇത് ശരിക്കും നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികളെ അറിഞ്ഞു പെരുമാറാൻ പല മാതാപിതാക്കൾക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് അധ്യാപകർ ശിക്ഷണം നിർത്തിയിട്ടാണ്. ഇപ്പം കഠിനമായ ശിക്ഷകൾ കൊടുക്കുന്ന കുട്ടി ഒരുപക്ഷെ സപ്രസ്ഡ് ആവുമായിരിക്കും. ആ കുട്ടിയുടെ ഇമോഷൻസ് ഒന്നും വെന്റിലേറ്റ് ആവുന്നില്ല. അവളോ അല്ല അവനോ അടിയെ പേടിച്ച് കുറച്ച് സമയം അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതായിട്ട് കാണിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ ഒരു കുഞ്ഞിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ കുട്ടിയിൽ തന്നെ നമ്മൾ എത്തുമ്പോൾ അവൾ വളരെ ചൈൽഡ്ഹുഡ് മുതൽ അവളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവൾക്ക് എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നോ, ഫാമിലി അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, ആ വീട്ടിൽ ആരോടാണ് അവൾക്ക് അറ്റാച്ച്മെന്റ്, ആരോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കള്ളം പറയുന്ന കുട്ടിയാണോ, ചെറിയ മോഷണ സ്വഭാവം ഉണ്ടായിരുന്ന കുട്ടിയാണോ, ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ നിർബന്ധബുദ്ധിയുള്ള കുട്ടിയായിരുന്നോ, ഇതൊക്കെ നമ്മൾ ഒരു കുഞ്ഞിൽ പരിശോധിച്ചാൽ മാത്രമേ എന്തുകൊണ്ട് അവൾ അല്ലെങ്കിൽ അവൾ ഉൾപ്പെടുന്ന അവളുടെ ആ ആൺസുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന കുട്ടികൾ എന്തുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മളൊരു വലിയ സംഭവമാകുമ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ മീഡിയകളിലും ഇത് വരുമ്പോൾ മാത്രം കുറച്ച് സമയം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നു. കുട്ടികൾ അവരുടേതായ, അതായത് ആ അഡോളസൻസ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക്, കുഞ്ഞുങ്ങളെ കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്
ഈ കൗമാരം അഥവാ അഡോളസെൻസ് ഏജ് നമ്മളൊക്കെ ചിന്തിക്കുന്ന അപ്പുറത്തേക്കാണ് അവരുടെ ചിന്താഗതിയും അവരുടെ വ്യാപ്തിയും. നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളെ അല്ല. അപ്പോൾ ഇവരെ എങ്ങനെ, അതായത് നമ്മുടെ അടുത്ത് ഇപ്പം മിസ്സിംഗ് കേസ്, ഇപ്പം നേരത്തെ പറഞ്ഞു ഈ കുട്ടി തന്നെ മിസ്സായിട്ടുണ്ടെന്ന്. മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുഞ്ഞുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ദിവസങ്ങളായി ആ കുഞ്ഞ് മിസ്സായി പോയിട്ട് ചിലപ്പോൾ 1-2 ദിവസം ഫ്രണ്ട്സിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് വീട്ടുകളിൽ നിന്ന് പോവുക. ഇപ്പം ഈ ഏറ്റവും വലിയ ഉദാഹരണം, ഈ 3 ആൺകുട്ടികൾ, അവളെ സഹായിക്കാനായി വന്ന 3 ആൺകുട്ടികൾ വേറൊരു ജില്ലയിൽ നിന്നാണ് ഇവിടേക്ക് വന്നത് ട്രെയിൻ കയറി. ആ വീട്ടിൽ അവരെന്താണ് പറഞ്ഞിട്ട് പോയെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ആ കുട്ടി എവിടെ പോയി, ആ 3 കുട്ടികൾ എവിടെ ആയിരുന്നു എന്നാ വീട്ടുകാർ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു വന്നാൽ ഇതിന്റെ എല്ലാം, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ഇതിന്റെ എല്ലാം പിറകിൽ അവരിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട്. ഇപ്പം കുട്ടിയുടെ ഗ്രാൻഡ് ഫാദർ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറയുന്നു, അതിന്റെ ജെന്യൂനിറ്റി എനിക്ക് അറിയില്ല. പക്ഷേ ഇൻ കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ആ വീട്ടിൽ ആരോടെങ്കിലും വെന്റിലേറ്റ് ചെയ്യപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല. വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഡോക്ടർ. ആ വൈരാഗ്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഈ സുഹൃത്തുക്കളോടുള്ള എതിർപ്പ്, ഇതൊക്കെ ആ മുത്തശ്ശൻ കാണിച്ചിരുന്നു എന്ന് പറയുന്നു. അത് മാത്രമായിരിക്കുമോ കാരണം? ഇപ്പോൾ ഈ പറയുന്ന ആരോപണം എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. അല്ല, പൊതുവേ നമ്മൾ അഡോളസൻസുമായിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള കാര്യം, എല്ലാ കുട്ടികളും എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കേസിലെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേരന്റിംഗിൽ ആരെയും കാണുന്നത്. അത് പേരന്റിംഗിന്റെ അഭാവമല്ല, കൊടുക്കുന്നതൊന്നും കുഞ്ഞുങ്ങൾക്ക് പോരാ എന്നുള്ളൊരു കണക്കാണ്. ഇപ്പം അവളുടെ തന്നെ ആവശ്യം, സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിഞ്ഞത് അവൾക്കൊരു ഐഫോൺ വേണം എന്നാണ്. അപ്പം ഈ അവരുടെ ആവശ്യങ്ങളിലേക്ക് എത്താൻ ഏത് ലെവൽ വരെ വേഗം പോകും. അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും തടയിടുന്നത് വീട്ടിൽ ആരാണോ അവരാണ് ആ കുട്ടിയെ സമയത്തോളം ഏറ്റവും വലിയ, അത് ഞാൻ പുള്ളിയുടെ ആ ഒരു സെക്ഷൻ എന്തെങ്കിലും ഒരു അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. നോർമലി ഞാൻ 2 സൈഡും പറയുകയാണ്. അങ്ങനെയും ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാവുന്ന കുട്ടികൾ പല ആൺസുഹൃത്തുക്കളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്റെയും പിന്നെ ചേട്ടന്റെയും സുഹൃത്തുക്കളുടെയും, അതായത് വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വരെ പറയുന്ന കൗൺസിലിംഗ് സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു റിവഞ്ചിൽ നിന്നുണ്ടായതാണോ എന്ന് അറിയില്ല. ഇനി അഥവാ അങ്ങനെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു ബാഡ് ടച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെന്റിലേറ്റ് ചെയ്യപ്പെട്ട് പോകാൻ ഒരു സിറ്റുവേഷൻ ആ വീടിനുള്ളിലോ വീടിന് പുറത്തോ ആ കുട്ടിക്ക് കിട്ടിയില്ല. കാരണം അത് ചർച്ച ചെയ്യപ്പെട്ടത് അവരുടെ ആൺ സുഹൃത്തിനോടാണ്. അവളുടെ പ്രായത്തിൽ നിന്ന് 1-2 വയസ്സിന്റെ വ്യത്യാസമുള്ള കുട്ടിക്കും ഇത് മാത്രമേ, അതായത് അതിനൊരു റിവഞ്ചായി കാണാനോ അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റായി അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തണം നിയമപരമായി ഈ പറയുന്ന പരാതി, പക്ഷേ ഈ ആൺകുട്ടികളെ മൊഴിയെടുക്കുമ്പോൾ പോലീസിന് അത്തരം കാര്യങ്ങൾ ഈ ആൺസുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് കൂടി അറിയുന്നുണ്ട്. നമുക്കെല്ലാം ഈ പാതിബന്ധ വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ കൊലപാതകം നടന്നിരിക്കുന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണല്ലോ. ഞാൻ വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.